ഒക്ടോബർ 2-ാം ഞായറാഴ്ചയിലെ ഈ ആരാധനയിലേക്ക് ഏവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. എപ്പോഴും ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ത്രിയേക ദൈവമേ, ഇന്നത്തെ ഈ പുതിയ ദിവസം അങ്ങയോട് ചേർന്ന് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവെ, നല്ല ചിന്തയിലേക്ക് കർത്താവെ പ്രവേശിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ആഹ്വാനം നൽകി. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിറവ് അത് അറിഞ്ഞു ജീവിക്കാനുള്ള ഒരു ദിവസം കൂടെ ദാനമായിട്ട് നൽകിയതിനെ ഓർത്തപ്പച്ച ഞങ്ങൾ സ്തോത്രം കരയറ്റുന്നു. ഈ ഞായറാഴ്ച ദിവസം കർത്താവെ, ഞങ്ങളെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങേ ആരാധിക്കുവാൻ ഉള്ള അവസരവും ആയുസ്സും അപ്പച്ച ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ ദിവസം അപ്പച്ച ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട്, ഞങ്ങളോടൊപ്പം ഒന്ന് സംസാരിച്ചാട്ട്, ഇതിന് നേതൃത്വം നൽകുന്ന കർത്താവെ, ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾ പാടുമ്പം, അങ്ങയുടെ വചനങ്ങൾ കേൾക്കുമ്പം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമുക്കെല്ലാവരും ചേർന്ന് 344 ഗീതം പാടാം. ലിറിക്സ് 344. നമുക്ക് നിൽക്കോ തന്നെ പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നമ്മൾക്ക് കൃപയും സമാധാനമുണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. പഴയ പുസ്തകത്തിൽ 38-ാമത്തെ പേജ്.
കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രം തിരുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോട് കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാവരങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. രണ്ടാം ഭാഗം, പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാവങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാവങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. താഴെ എഴുതിയ ഒന്നാമത്തെ പ്രാർത്ഥന നമുക്കൊരുമിച്ച് ചൊല്ലാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ നിന്റെ വഴികളും തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തങ്ങളുടെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിസ്തർപ്പങ്ങളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമല്ല അശുമാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ പിഴകളേറ്റവും ക്ഷമിക്കണമേ. കർത്താവായ യേശു മൂലം നീ മനുഷ്യർക്കത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പ്രസ്താവത്തിന്റെ ബോധത്തിനായിട്ട് ഞങ്ങളിൽ മേൽ ബുദ്ധിയോട് നീരോട് സ്വഭാവത്തോട് നടക്കേണ്ടതിന് ക്രിസ്തു നമുക്ക് കൃപ ചെയ്യണമേ. ആമേൻ.
ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരം പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസം നമ്മൾക്ക് നൽകുമാറാകട്ടെ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിക്കുവീൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. പുറപ്പാട് 4:10 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളെ ശ്രവിപ്പിക്കും. മോശെ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക് സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായു കൊടുത്തത് ആർ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാർ? യഹോവയായ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളി ചെയ്തു. എന്നാൽ അവൻ, കർത്താവേ, നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്തു, ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. ഇവിടെ ഒന്നാം പാഠം അവസാനിക്കുന്നു. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 37 1 മുതൽ 20 വരെ. Psalms 37 verses 1-20. ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. ദുഷ്പ്രവൃത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല, നീ അവന്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയില്ല. എന്നാൽ സൗമ്യത ഉള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു, അവന്റെ നേരെ അവൻ പല്ല് കടിക്കുന്നു. കർത്താവ് അവനെ നോക്കി ചിരിക്കും, അവന്റെ ദിവസം വരുന്നു എന്ന് അവൻ കാണുന്നു. എളിയവനെയും ദരിദ്രനെയും വീഴിപ്പാനും സന്മാർഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ വാൾ ഊരി വില്ലുകുലച്ചിരിക്കുന്നു. അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കടക്കും, അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും, എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകുകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. എന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും, യഹോവയുടെ ശത്രുക്കൾ പുൽപ്പുറത്തിന്റെ ഭംഗി പോലെയുള്ളൂ. അവർ ക്ഷയിച്ചു പോകും, പുക പോലെ ക്ഷയിച്ചു പോകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമീൻ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ദൈവവചനം കേൾപ്പിൻ. 2 Corinthians chapter 12 verses 1-10.
പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപാടുകളെയും കുറിച്ച് പറയുവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്ന് അറിയുന്നുമില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യൻ ഉച്ചരിക്കുവാൻ പാടില്ലാത്ത പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകളിൽ അല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. ഞാൻ പ്രശംസിക്കുവാൻ വിചാരിച്ചാലും മൂഢനാകയില്ല. സത്യമല്ലോ പറയുന്നത്. എങ്കിലും എന്നെ കാണുന്നതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. വെളിപാടുകളുടെ ആദികൃത്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഇവിടെ 2-ാം പാഠം അവസാനിച്ചു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെ ഉള്ള വാക്കുകളെ കേൾപ്പീൻ. Gospel according to St. John chapter 5 verses 1 through 9. അതിനുശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആടുവാതിൽക്കൽ ബെത്സേദ എന്ന എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ട് ഇങ്ങനേറിയ കാലമായിരിക്കുന്ന അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. ഇവിടെ സുവിശേഷ വേദപാഠം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് 202-ാമത്തെ കീർത്തനം പാടാം. ഹിം നമ്പർ 202. Oh
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. നമുക്ക് മനോഹരമായ ഞായറാഴ്ച ദിവസം ഒരുക്കി തന്ന ദൈവത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ധ്യാനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. Just like us sitting at home for the past 7 months, so is the man sitting on his mat for the long 38 years. 7 മാസമായിട്ട് കാത്തിരിക്കുന്ന നമ്മളെ പോലെ തന്നെ ഏകദേശം 38 സംവത്സരം എനിക്ക് സൗഖ്യം ഈ ശരീരത്തിൽ ഉണ്ടാകും എന്ന് കാത്തിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് നാം ഒരുമിച്ച് പഠിക്കാൻ പോകുന്നത്. And just like us each day, ഓരോ ദിവസം, he was waiting, he was watching, and he was hoping that some change would come in his life. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഈ കഥ വായിക്കുമ്പം നമുക്കറിയാം, nothing big happened in his life. And we know that 38 വർഷം, 38 years is a long time to sit on your mat. ഇന്ന് നമുക്ക് മഹാഡവികയായിട്ട് നൽകിയിരിക്കുന്ന തീം ഡിഫറently abled, sanctity of life, taken from John chapter 5 verses 1 through 9. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളെ കുറിച്ച് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. അതിന്റെ 5ഉം 7ഉം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. One man was there who had been an invalid for 38 years. 7ാമത്തെ വാക്യം ഇവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. The sick man answered him, "Sir, I have no one to put me into the pool, because as soon as the water is stirred up, and while I am going, another steps down before me." 5ാം വാക്യം. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. 7ാമത്തെ വാക്യം. രോഗി അവനോട്, "യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരും ഇല്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു" എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ, ഒന്ന് നോക്കാൻ ഒരു ശ്രമം നടത്തുവാണെങ്കിൽ, he is a man who is utterly poor, his condition is bad, physically he is not fit, and he is paralyzed. In the morning, അതിരാവിലെ someone carries him to the pool, വൈകുന്നേരം someone takes him back to his home. ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നാൽ തന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുന്നില്ല എന്ന ഈ മനുഷ്യൻ ഇവിടെ അറിഞ്ഞിരിക്കുന്നത്, നാം പഠിക്കുന്നത്. And each time, ഓരോ പ്രാവശ്യം, when the water is fluttered, when the water is stirred up, ദൂതം വന്ന് ഈ വെള്ളം കലക്കുമ്പം ഇദ്ദേഹത്തിനെ അങ്ങോട്ട് എടുത്ത് ഇറക്കാൻ ആരുമില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. Someone else beats him. It is a very tough competition, my dear brothers and sisters in Christ. 1ാമത്തെ സബ് ടൈറ്റിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, as soon as inverted comma, as soon as inverted comma, close life. അങ്ങനെയുള്ള ഒരു ജീവിതം. ഈ വെള്ളം പെട്ടെന്ന് കലക്കുമ്പോൾ എന്നെ എടുത്ത് അവിടെ ഇരുത്താൻ ആരുമില്ല. So this man is living as soon as life. This man is living as soon as life. പെട്ടെന്ന്, ഉടനെ. So as soon as the water bubbles, അങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്നത്, as soon as ഈ വ്യക്തി അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉദ്ദേശിച്ചത് അല്ലെ അല്പെങ്കിലും വിശ്വസിച്ച് കാണും, as soon as someone comes and stirs the water, and if I'm able to get off my mat, if someone is there to assist me to the pool, ഇതെല്ലാം എന്റെ കഷ്ടകാലം കഴിഞ്ഞിരിക്കുന്നു, my problems will be fixed എന്ന ഈ വ്യക്തി അവിടെ വിശ്വസിച്ചിരുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, we say to ourselves not one but many a times, as soon as that happens, everything will be better. As soon as I graduate, as soon as I get the job, as soon as I'm married,
as soon as I get off that relationship, ആ ഒരു ബന്ധത്തിൽ നിന്ന്, കാരണം ഞാൻ ഒത്തിരിയും അത് മുറുകെ പിടിക്കാൻ ശ്രമിച്ചു, എന്നാൽ പുള്ളിക്കാരി അല്ലെങ്കിൽ പുള്ളിക്കാരനുമായിട്ട് എനിക്ക് ജീവിതം അവിടെ ക്രമപ്പെടുത്താൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. So as soon as I get off this relationship, as soon as my husband or my wife or my kids, my parents changes their attitude and behavior, as soon as he or she apologizes, as soon as I get the vacation, as soon as I retire, as soon as, പെട്ടെന്ന് ഉടനെ വെള്ളം കലക്കുമ്പോൾ, ഈ പെട്ടെന്ന് ആസ് സൂൺ ആസ് എന്നുള്ള ഒരു ഫ്രേസ് നമ്മുടെ ജീവിതത്തിൽ ജനനം മുതൽ അവിടെ മരണം വരെ എപ്പോഴും എടുത്തു നിൽക്കുന്ന ഒരു 3 വാക്കാ ഇത്. The problem is that we all have a pool of Bethesda. Bethesda എന്നുള്ള കുളം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും അത് പല പ്രാവശ്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, അത് നേരിട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. But we sit on the mat all day, self-imprisoned by a Bethesdas, by a pool of Bethesdas and the circumstances. ഇവിടെ ഈ ബെത്സേദ കുളം എന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, the Bethesda pool is nothing but it is an illusion. ഈ വ്യക്തി ഓർത്തോണം, ഒരു ദിവസമല്ല, ഒരു വർഷമല്ല, 38 സംവത്സരം തന്റെ ജീവിതത്തിന്റെ നല്ല ഒരു ആയുസ് ഏതൊക്കെ രീതിയിൽ അത് ചെലവഴിക്കായിരുന്നു എന്നാണ് ഓർത്ത് നോക്കിക്കുക. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, ഇവിടെ 38 വർഷമായിട്ടിരിക്കുക, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു 2ാം വർഷം ആകുമ്പോഴെങ്കിലും അദ്ദേഹത്തിനൊന്ന് മനസ്സ് അവിടെ പുതുക്കി രൂപാന്തരപ്പെടുത്ത്, ചേട്ടാ ഇനിയും ഇതൊന്നും മാറ്റം കാണുന്നില്ലല്ലോ, ഞാൻ വേറെ രീതിയിൽ ഞാൻ പ്രവർത്തിക്കാം, വേറെ രീതിയിൽ ചിന്തിക്കാം എന്ന് വ്യക്തമായ ചിന്തയിലേക്ക് പോകാതെ ഓരോ ദിവസവും അവിടെ കടന്നു വരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. So the pool of Bethesda I may have in a life, it is nothing, my dear brothers and sisters in Christ, it is an illusion. And the pool of Bethesda കുളം എന്ന ഈ സംഭവം നിങ്ങളെയും എന്റെ ജീവിതത്തിൽ അത് കടന്നു വരുമ്പം it deceives us into believing that yes, today, ഇന്ന് അതിശയം നടക്കും. Yes, life is found outside us, not within me. ഇത് ബെത്സേദ കുളത്തിലുള്ള ഒരു പ്രശ്നമായിരുന്നു. അത് ഈ മനുഷ്യന്റെ ഉള്ളിലുള്ള സന്തോഷം കണ്ടെത്താതെ ഈ മനുഷ്യൻ എപ്പോഴും വെളിയിൽ എനിക്ക് സൗഖ്യമുണ്ട്, എന്റെ അകം എനിക്ക് സൗഖ്യമില്ല എന്ന് പ്രതീക്ഷിച്ചും വിശ്വസിച്ചും രാപ്പകൽ അവിടെ ഒരു കാര്യവും കൂടാതെ അധ്വാനിച്ചൊരു വ്യക്തിയായിരുന്നു ഇവിടെ. അങ്ങനെ വരുമ്പം നമുക്ക് മുമ്പോട്ട് വായിക്കാം. ഒന്ന് ഞാൻ ഇവിടെ പറഞ്ഞത് ആസ് സൂൺ ആസ് ലൈഫ്. 2 ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ 6ാം വാക്യം വചനം ഇപ്രകാരം പറയുന്നു, when Jesus saw him there and knew that he had already been there a long time, he said to him, ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നു, do you want to be healed? Do you want to be well? ഇത് എനിക്ക് തോന്നുന്നു കർത്താവിന്റെ സ്വഭാവപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പം അത് നിന്നല്ലായിരിക്കും, കാരണം കേർട്ടസി അതിലില്ലല്ലോ, അതിനൊരു ഭംഗിയില്ല. സോ ഡെഫിനറ്റ്ലി ജീസസ് ഗോസ് ഓവർ ടു ഹിം, സ്ക്വാട്സ് ഡൗൺ, അവിടെ ഇരുന്നിട്ട് ആൻഡ് ആസ്ക്, ഡു യു വാണ്ട് ടു ഗെറ്റ് വെൽ? നമ്മൾ ഈ ചോദ്യം നമ്മൾ കേൾക്കുമ്പം നമ്മൾ ചിന്തിച്ചേക്കാം, വാട്ട് എ ഫൂളിഷ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇസ് ദിസ്? കർത്താവിന് ഒരു ബോധ്യമില്ലാതാണല്ലോ ഇത് ചോദിക്കുന്നത്. ഓഫ് കോഴ്സ്, വാട്ട് എൽസ് എ സിക്ക് മാൻ വുഡ് വാണ്ട് ഫ്രം ഹിം or want from others? എന്നാൽ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഞാൻ ഈ വചനം വായിക്കുമ്പോൾ മനസ്സിലായത്, nobody would have ever asked him this type of question. ഈ വിധത്തിലുള്ള ചോദ്യം ഇദ്ദേഹത്തിനോട് ആരും ചോദിച്ചിട്ട് കാണത്തില്ലായിരിക്കും. ഡു യു വാണ്ട് ടു ഗെറ്റ് വെൽ? ചിലപ്പോൾ ആൾക്കാർ വന്ന് ചോദിച്ചു കാണും, നിന്റെ കുടുംബത്തിൽ എങ്ങനെ നീ പൈസ എങ്ങനെ ചെലവഴിക്കുന്നത്, നിനക്ക് പണമുണ്ടോ, അല്ലെ നിന്റെ വീട്ടിൽ ഈ കാര്യങ്ങൾ എങ്ങനെയാ പോകുന്നത്, എന്തെങ്കിലും സഹായം ഞാൻ ചെയ്യണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് എന്റെ ഒരു വണ്ടിയുണ്ട് അതേ ഞാൻ നിന്നെ കൊണ്ടാക്കാം, ഇതൊക്കെ ചോദിക്കുമായിരിക്കും, ഈ കാര്യങ്ങളൊക്കെ പറയാമായിരിക്കും. ആരും ഇന്ന് വരെ കർത്താവ് യേശുക്രിസ്തു ചോദിച്ച ഈ ചോദ്യം ചോദിച്ചു കാണത്തില്ല, ഡു യു വാണ്ട് ടു ഗെറ്റ് വെൽ? 2ാമത്തെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ദ ന്യൂ ക്വസ്റ്റ്യൻ, I want to be healed. Many a times നമുക്കൊരു പ്രയാസവും ശരീരത്തിൽ ഒരു കഷ്ടത ഉണ്ടാകും. Yes, I want to be healed, but at times I like the attention and pity of others. അതല്ലേ വാസ്തവം, അതല്ലേ സത്യം.
എനിക്ക് സൗഖ്യം ഉണ്ടാകണം, എനിക്ക് താല്പര്യമുണ്ടെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സഹാനുഭൂതി, അദ്ദേഹം നമ്മളോടൊന്ന് പറയാം, അയ്യോ സാറിന് എന്റെ സഹോദരൻ ഇതായിപ്പോയല്ലോ എന്ന് കേൾക്കുന്ന സ്വല്പം ഹൃദയത്തിൽ സുഖമുണ്ടാകാറുണ്ട്. So we like attention and pity, and what happens in me, these things, the pity and the attention, it conspires within me, and somewhere deep within me I really don't want to get well. കാരണം മറ്റുള്ളവര് ഒരു സദസ്സിൽ ചെന്നിരിക്കുമ്പം, ഞാനൊരു പള്ളിയിലേക്ക് കടന്നു പോകുമ്പം, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പം എനിക്ക് വയ്യാത്തത് കൊണ്ട് ഒത്തിരി അനേകർ എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ചോദിക്കും, എങ്ങനുണ്ട്, സുഖമാണോ? ഇത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ്, നമുക്ക് ഒരു പ്രത്യേക കുളിരുണ്ടാകും, ഒരു ഉത്തേജനമാണ് നമുക്കുണ്ടാകുന്നത്. കാരണം എല്ലാവരും എന്റെ അടുത്ത് വരുന്നല്ലോ. എന്നാൽ ആ രീതി അത് തെറ്റല്ല. ചിലപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടെന്ന് കർത്താവ് അറിഞ്ഞു കാണും. ഇവിടെ കർത്താവ് ചോദിക്കുന്നത്, ഡു യു വാണ്ട് ടു ബി വെൽ ഗീവ്സ് ബർത്ത് ടു ടു അതർ ക്വസ്റ്റ്യൻസ്. കർത്താവ് യേശുക്രിസ്തു ഒരു ചോദ്യം ചോദിച്ചപ്പം അതിൽ നമ്മൾ കാണാത്ത രണ്ടുപേരെ ചോദ്യം കൂടെ ഉണ്ട്. അത് ഈ വിധത്തിലായിരിക്കാം, ഡു യു വാണ്ട് ടു സിറ്റ് here for another 38 years. ഇനിയും ഈ ഒരു ബെത്സേദ കുളത്തിൽ അങ്ങോട്ടുള്ള 38 വർഷവും നീ ഇവിടെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. എന്തിനാ ചോദിച്ചാൽ, to become the first man to jump into the pool of Bethesda. അങ്ങനെയുള്ള വ്യക്തി നിനക്ക് ആയിത്തീരണോ? അല്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, do you want to sit here for another 38 years and waste your life hoping that something will happen? And we know that nothing is going to happen, because in this competition, just as you are there for the past 38 years, others will jump into the pool of Bethesda. ആ കാണുന്ന കുളത്തിൽ മറ്റുള്ളവരെ എന്ന് കുളിക്കും, ചാടും, അവർക്ക് സൗഖ്യം ഉണ്ടാകും. അങ്ങോട്ടുള്ള 38 വർഷം സഹോദരി നിനക്ക് സൗഖ്യം വരത്തില്ല. Jesus says to this man, കർത്താവ് ഈ മനുഷ്യനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വചനം പറയുന്നത്, ജീസസ് സേസ് ടു ദിസ് മാൻ, യു നീഡ് ടു ലീവ് the way that you thought would work for you. ഇന്ന് വരെ നീ ചിന്തിച്ചത് 38 സംവത്സരമായിട്ട് നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ബെത്സേദ കുളത്തിൽ നീ എടുത്തിയാടിയാൽ അതിന്റെ വക്കത്ത് വരെ നിനക്ക് എത്താൻ ഒത്താൽ നിനക്ക് അവിടെ സൗഖ്യമുണ്ടാകും. So think new, think differently, my dear brothers and sisters in Christ. കർത്താവ് പറഞ്ഞു, and now consider this question that I am going to give to you. അത് ഇത് ഇങ്ങനായിരുന്നു, do you want to be well? And now consider another way, the alternate way, a new way, ഒരു പുതിയ വഴി. ഇന്ന് വരെ വന്ന വഴി, 38 വർഷമായിട്ട് ആ വഴി തന്നെ നീ വരുന്നു, രാത്രി നീ ആ വഴി തന്നെ തിരിച്ചു പോകുന്നു, എന്നാൽ നിനക്ക് മാറ്റം ഉണ്ടാകുന്നില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ കർത്താവ് ഒരു പുതിയ വഴി പറഞ്ഞു, നിനക്ക് സൗഖ്യം ഉണ്ടാകാൻ നിനക്ക് താല്പര്യമുണ്ടോ? ഡു യു വാണ്ട് ടു ബി വെൽ? We will see this a new way in the next point, which is in verse 8. എട്ടാമത്തെ വാക്യം, യോഹന്നാൻ 5 അതിന്റെ 8-ാം വാക്യം ഇങ്ങനെ വായിക്കാം. Jesus said to him, get up, take up your mat and walk. ഒന്ന് നാം ഇവിടെ കണ്ടത് as soon as life. രണ്ട് നമ്മൾ കണ്ടത് the new question. മൂന്ന് നാം ഇവിടെ വായിച്ചത് get up, take up your mat and walk. കർത്താവ് യേശുക്രിസ്തു പല സാഹചര്യത്തിൽ, പല വ്യക്തിയുടെ, പല ഗ്രൂപ്പിൽ സൗഖ്യം വരുന്ന രീതി നമ്മൾ വായിക്കുവാണെങ്കിൽ അത് ഇപ്രകാരമല്ലായിരുന്നു. ഈ മനുഷ്യനോട് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, എഴുന്നേൽക്കുക, കിടക്ക എടുക്കുക, നീ നടക്കുക. ഒരു a different type of version of healing. ഞാൻ ഓർക്കുന്ന ജീസസ് would have responded to him in another way, just like this. അവിടെ ചെന്ന കർത്താവ് യേശുക്രിസ്തു ഇന്നത്തെ ഈ ട്രെൻഡ് ഒക്കെ പറയുന്ന പോലെ, hey buddy, how are you? I am here for you, don't worry. Next time, ഇനി ഒരു പ്രാവശ്യം ആ ദൂതം വന്നെന്ന് വെള്ളം കലക്കട്ടെ, ഞാനും നീയും ഒരുമിച്ച് ഏറ്റവും അതിന്റെ അടുത്ത് എന്നിരുന്ന് നമുക്ക് സഹോദര, നമുക്ക് ഒരുമിച്ചാണ്, ഞാൻ നിന്നോടുണ്ട്, ഐ ആം ദേർ ഫോർ യു. കർത്താവ് അങ്ങനെ ആ കാര്യം പറയുന്നില്ല. മറ്റുള്ളവരായിട്ട് കൂടുതൽ യു വിൽ ഗോ അഹെഡ് ദാൻ ദം എന്നുള്ള കാര്യമല്ല പറഞ്ഞത്. അല്ലെങ്കിൽ കർത്താവ് ചില ആൾക്കാര് ദീനുള്ളവരെ കാണുമ്പോൾ, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ പറയാറുണ്ട്, അയ്യോ 38 വർഷം അല്ലേ, എങ്ങനെ ഇത് സഹിച്ചു?
പ്രത്യേകമായിട്ട് ഭാര്യയ്ക്കോ ഭർത്താവിനോ ഇത് വന്നാൽ മലയാളീസായിട്ട് ചിലപ്പോൾ ഒക്കെ ആ ചെറിയ സ്വഭാവം നമ്മുടെ വെളിയിൽ വരാറുണ്ട്. അദ്ദേഹത്തിന്റെ ഭർത്താവിന് വന്നാൽ നീ എങ്ങനെ പുള്ളിക്കാരോട് 38 വർഷം ജീവിച്ചത്? ഭയങ്കര കഷ്ടമായിരിക്കും അല്ലേ? കുഞ്ഞുങ്ങൾക്ക് നീ തന്നെ വളർത്തുമായിരുന്നു. ഹസ്ബൻഡിന് വന്നാൽ നമ്മൾ പറയാറുണ്ട്, ചേട്ടാ 2ാം കെട്ട് നോക്കാൻ വയ്യായിരുന്നു, കാരണം ഇത് എങ്ങനെ നീ ചുമന്നുകൊണ്ട് നടന്നേ, എന്തൊരു ജീവിതമായത്. അമ്മ ചിന്തിക്കുന്നുണ്ട്, എന്താ മോന്റെ ജീവിതം കണ്ടില്ലേ, കല്യാണം കഴിച്ചപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു, എന്നാൽ 2ാമത്തെ വർഷം കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാരിക്ക് പാരലൈസ്ഡ് ആയിപ്പോയി, അല്ലെങ്കിൽ കൈക്ക് പ്രശ്നം, അല്ലെങ്കിൽ ക്യാൻസർ, അല്ലെങ്കിൽ അങ്ങനെ വിവിധ രീതിയിലെ ദീനമുണ്ട്, പുള്ളിക്കാരനെ വിടാൻ വയ്യായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. കർത്താവ് അവനോട് പറഞ്ഞില്ലേ, യു ആർ എ ഹോൾ ലോട്ട് ഓഫ് ഫെയിലിയർ ഓർ ഡിസപ്പോയിന്റ്മെന്റ്. നീ എത്രയൊക്കെ പരാജയം നീ നേരിട്ട് കാണും. വൈ ഡോണ്ട് യു ജസ്റ്റ് ഗെറ്റ് ഓൺ വിത്ത് യുവർ ലൈഫ് ആൻഡ് മേക്ക് ദ ബെസ്റ്റ് ഓഫ് യുവർ എയിൽമെന്റ്. അങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നത്. അസുഖം വന്ന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നമ്മൾ പല ആൾക്കാരെയും എൻകറേജ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും കൗൺസിലേഴ്സ് അല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാലും പലപ്പോഴും നമ്മൾ അങ്ങോട്ട് ചെന്ന് എൻകറേജ് ചെയ്യുമ്പം നമുക്ക് എങ്ങനെ എൻകറേജ് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് വരുന്നത്, നടക്കാൻ വരില്ലോ, എനിവേ ഇങ്ങനെ ഇരുന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യണം. അത് നല്ലൊരു പ്രോത്സാഹനമാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കൂടാതെ മറ്റു ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനൊക്കെ. സഹോദരൻ എന്നെ കുറിച്ച് ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഓരോ ദിവസവും ഞങ്ങളെ സംസാരിക്കുമ്പം എങ്ങനെ സാറ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള അങ്ങനെ ഒരു വ്യക്തിക്ക് നമ്മൾ എൻകറേജ്മെന്റ് കൊടുക്കുന്നത് അല്ലേ. സോ അങ്ങനെ കർത്താവ് ഈ കാര്യങ്ങളൊന്നും പറയാതെ കർത്താവ് ഒരേ ഒരു കാര്യം പറയുന്നു, കം ഓൺ, ഗെറ്റ് അപ്പ്, ടേക്ക് അപ്പ് യുവർ മാറ്റ് ആൻഡ് വാക്ക്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദ ന്യൂ വേ. ഒന്ന്, ആസ് സൂൺ ആസ് ലൈഫ് റൺ ടു ദ ന്യൂ ക്വസ്റ്റ്യൻ. 3, ദ ന്യൂ വേ. മേ ബി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് വചനം വായിക്കുമ്പോൾ, മേ ബി ദിസ് സ്റ്റോറി isn't about the physical healing, but more of how to act and respond in a given hard അല്ലെങ്കിൽ tough situation or circumstances. ഒരു പ്രത്യേക സാഹചര്യത്തിൽ, നമുക്ക് നേരിടാനൊക്കാത്ത ഒരു സാഹചര്യത്തിൽ ക്രിസ്തുവിന്റെ കുഞ്ഞുങ്ങളായിരിക്കുമ്പം എങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാം എന്നുള്ള കാര്യമായിരിക്കാം കർത്താവ് ആ വ്യക്തിയെ നമ്മളെയും ഈ പ്രഭാത സമയം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇഫ് യു നോട്ടീസ്, നമ്മളിത് വായിക്കുവാണെങ്കിൽ we will see that Jesus does not help this man. അവിടെ സഹായിക്കുന്നതായിട്ട് കാണുന്നില്ല. ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് പൂൾ, ഇൻ ടു ദ വാട്ടർ. ആ വ്യക്തി അങ്ങോട്ട് കൊണ്ടുപോകാൻ എന്നൊരു സമയം വരട്ടെ, ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്ന് പറയുന്നില്ല. ഇൻസ്റ്റന്റ് ജീസസ് സേസ്, he introduces a new way. You have to get up. Yes, I will empower you, but you have to get up. You have to take up your mat and you have to walk. Jesus doesn't change his outer appearance. ഈ വ്യക്തിയുടെ പുറത്ത് കാണുന്ന സാഹചര്യത്തെ കർത്താവ് മാറ്റുന്നില്ല. ബട്ട് ഹി ചേഞ്ചസ് ദാറ്റ് മാൻ. Many times we pray to God, God, please change all the external appearances that I see, the external circumstances that I see, but don't change me. അങ്ങനെ സംഭവം നടക്കത്തില്ല. ഒരു ക്രിസ്തുവിന്റെ രക്ഷ പ്രാപിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ വെളിയിൽ സാഹചര്യത്തിന് മാറ്റം വന്നെങ്കിലും നമ്മൾ ഉള്ളിൽ മാറ്റം വരുമ്പം പുറമേ ഉള്ള മാറ്റം ദൈവമക്കൾ അല്ലെങ്കിൽ ലോകത്തിലുള്ള ഹൈന്ദവരായ ആൾക്കാർ അത് കണ്ടിരിക്കും. ജീസസ് calls him into a new way of seeing, into a new way of acting, into a new way of responding to things. This man takes up a new way. ആ പുതിയ വഴി എന്താന്ന് ചോദിച്ചാൽ, now instead the mat carrying this man is carrying the mat. Isn't that a new way? ഇവിടെ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. If you see someone, നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളെയും എൻ്റെ ജീവിതത്തിൽ, we will see, yes, definitely, we will see many out there in the city of Chennai, maybe close to your neighborhood, maybe close to my church, my parsonage, where they are ready, waiting for so long, ഒത്തിരി വർഷക്കാലമായിട്ട്, ദീർഘവർഷക്കാലമായിട്ട്, they are waiting to get into a certain situation. They are waiting to jump into the pool. They are waiting for some opportunity. So the best thing, ഡിഫറെന്റ്ലി ഏബിൾ ഞായറാഴ്ചയായിട്ട് നമ്മൾ ആഘോഷിക്കുമ്പം, ഇതിനെ കാണുമ്പം
നമുക്ക് ചെയ്യാനൊക്കുന്നത്, ദൈവമക്കൾക്ക് ചെയ്യാനൊക്കുന്നത്, ഹെൽപ്പ് ദം. Don't take them near to the pool, but give them a new vision. Give them, liberate their thoughts. അവരുടെ പുതിയ രീതിയിൽ അവർക്ക് ശക്തി കൊടുക്കണം നമ്മൾ. ലിബറേറ്റ്. അതാ കർത്താവ് ചെയ്തത്. കുളത്തിലേക്ക് കൊണ്ടുപോകാതെ അതിന്റെ അപ്പുറമായിട്ട് ചിന്തിക്കാൻ, ബിയോണ്ട് ദ പൂൾ ഓഫ് ബെത്സേദ. For that's what I said, the pool of Bethesda is nothing. It is what the world offers. It is an illusion. But Christ is not the illusion. His solutions are not the illusion. He is the extreme answer that I and you can get in your life. Moment you help them, they will be freed from the self-imprisonment. The pool of Bethesda is an illusion. It is a self-imprisonment. ഈ വ്യക്തി 38 വർഷമായിട്ട് ആ വെള്ളത്തിൽ, കലങ്ങുന്ന വെള്ളത്തിൽ ചാടിയാൽ എനിക്ക് രക്ഷയുണ്ടാകും, ഞാൻ പൂർണ്ണമായിട്ട് സൗഖ്യമാകും എന്ന് കാത്തിരുന്ന് the pool of Bethesda imprisoned him. So once the stagnant water now bubbles up in your friend's life, in the life of those whom you have touched, and the life is never the same. Are you sitting on your mat? Is your friend sitting on his mat during this pandemic situation? നമ്മൾ ഓർക്കുന്ന ഒരു കാര്യം, during this pandemic time, over this course of 7 or 8 months, we might think, let's sit on this mat. Let's be at home. Yes, you should be safe, you should be at your home, but being at your home, you can do innumerable ministry, my dear friends in Christ. Are you looking for the pool of Bethesda, or are you looking beyond the illusion, beyond the self-imprisonment, beyond the pool of Bethesda? As Jesus said, കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ മറ്റുള്ളവരെ ശക്തീകരിക്കുവാനുള്ള വാക്ക് ഏറ്റവും നല്ലൊരു വാക്കാണ്. സ്റ്റാൻഡ് അപ്പ്, ടേക്ക് അപ്പ് യുവർ മാറ്റ് ആൻഡ് വാക്ക്. Stand up, take up your mat and walk. അപ്പോൾ ത്രിയേക ദൈവത്തിന്റെ സ്വർഗീയ സ്നേഹവും കൃപയും സമാധാനം നമ്മളെല്ലാവരോടും, പ്രത്യേകമായിട്ട് നമ്മുടെ സഭയിൽ ശാരീരികമായിട്ട് മാനസികമായിട്ട് അനുഭവിക്കുന്ന ദൈവമക്കളോടും ഇന്നും എന്നേക്കുമായിട്ട് ഇരിക്കുമാറാകട്ടെ. ആമീൻ. വിശ്വാസ പ്രമാണം നമുക്കൊരുമിച്ച് വായിക്കാം. സർവശക്തന്റെ പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ ഭർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിൽ പ്രസവപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, അവൻ ആ ദിവസം മരിച്ചു, പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി, സർവശക്തന്റെ പിതാവായ ദൈവത്തിന്റെ അടുത്ത് പാതിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്ക സഭയിലും വിശുദ്ധ സംസ്കൃതത്തിലും പാവമോചനത്തിലും ശരീരത്തിന്റെ പ്രധാനത്തിലും നിത്യതയിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ബർത്ത്ഡേ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിന്റെ പേര് ബർത്ത്ഡേസ്. മാസ്റ്റർ റിയാൻ വോൾക്കി എബ്രഹാം, മിസ് നൈറ സാറ സനു, Mrs. Molly Tarian Jacob, Mr. Verghese I. Putur, Miss Reshma Anna Thomas, Mr. John J.K., Mrs. Anila Rachel V., Mr. Johan Geo George, Mr. Philip Matthew, Mrs. Lalita Rohit, Mrs. Leelama Richard, Miss Anne Jacob, Mr. Joji Thomas, Mr. Rohan George Philip, Mrs. Marina Alex, Mrs. Sarah Joshua, Mrs. Susan Chandy, Mr. John Jacob Verghese, Mr. Sanjay Matthew, Master Ashwin Samuel Jacob, Miss Angeline Priju, Mr. George Cherian, and Mr. Sanjay Joseph David, Vivaha Washington, Mr. Victor David, and Mrs. Valsala V. David. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. ഈ സമയത്ത് കർത്താവെ, ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ മക്കളെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മക്കളെയും സമ്പൂർണമായിട്ട് ദൈവത്തിന്റെ ബലമുള്ള ഭുജത്തിലേക്ക് അപ്പച്ച ഞങ്ങൾ സമർപ്പിക്കുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം കർത്താവെ ബർത്ത്ഡേ ആഘോഷിച്ച ഞങ്ങളുടെ മക്കളെ അവിടുന്ന് പരിപാലിച്ചു, സംരക്ഷിച്ചു, അനുഗ്രഹിച്ചു.
അവർ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോട് സ്വർഗത്തിലെ ദൈവം അവിടുന്ന് കേട്ടു. അവിടുന്ന് ഉത്തരം നൽകിയ അപ്പച്ച കർത്താവ് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവ് ആയിരിക്കുന്ന സ്കൂള്, കോളേജ്, ജോലി സ്ഥാപനത്തിലൊക്കെ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വരും കർത്താവെ കാലങ്ങളിൽ കൂടുതലായിട്ട് കർത്താവെ അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് അവരായിരിക്കുന്ന ഏത് സാഹചര്യത്തിലായിരുന്നാലും അവർ ഉപയോഗിക്കണമേ നാഥ. എല്ലാ വിലാപത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് കർത്താവെ പാൻഡമിക്കിന്റെ കർത്താവെ ഈ ഒരു സിറ്റുവേഷനിലും അങ്ങയുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് വിടുവിച്ചതിനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വിവാഹവാർഷികം ആഘോഷിക്കുന്ന മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു ശരീരം ഒരു മനസ്സായിട്ട് കർത്താവെ ആയി തീരുവാൻ ഉള്ള തീരുമാനം അത് അങ്ങയുടെ ദൈവമേ ഞങ്ങൾ അറിയുന്നു. ഭൂമിയിൽ കർത്താവെ അവരെ നടപ്പിലാക്കുമ്പോൾ തക്കതായ കൃപയും അനുഗ്രഹവും അങ്ങയുടെ മക്കൾക്ക് അവിടുന്ന് നൽകണമേ. അവരായിരിക്കുന്ന ഭവനത്തെ അവിടുന്ന് വാഴ്ത്തി ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. കൊടുത്തിരിക്കുന്ന കർത്താവെ എല്ലാം കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവമേ ഞങ്ങൾ സ്തുതിക്കുന്നു. ജോലിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വരും കാലങ്ങളിൽ കർത്താവെ സഭയിലും സമൂഹത്തിലും കർത്താവെ കടന്നു പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും അവരെ അനുഗ്രഹിക്കണമെന്ന് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. ദയതോ നീ കേൾക്കണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. ഒരാഴ്ചവട്ടം കൂടെ കർത്താവിന്റെ മാറ്റമില്ലാത്ത സംരക്ഷണത്തില് നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ വലിയ ദയയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ലോകത്ത് വിവിധ സംഭവങ്ങൾ നടമാടിയപ്പോഴും അനേകർ ഭാരത്തിലും പ്രയാസത്തിലൊക്കെയുമായി തീർന്നപ്പോഴും കർത്താവ് നമ്മെ വഴി നടത്തിയ വലിയ ദയയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവെ മറ്റുള്ളവരെ വെച്ച് തുലനം ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ആർക്കും മറ്റു കഴിവോ ബുദ്ധിയോ ജ്ഞാനമോ ഒന്നും വളരെ കൂടുതലില്ല. അങ്ങയുടെ ദാനം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിലേക്ക് കൂടുതൽ അടുത്ത് വരുവാനും അങ്ങയെ കൂടുതൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആരാധിപ്പാനും സ്തുതിസ്തോത്രങ്ങൾ കരയേറ്റുവാനും നമ്മളെ ഇടയാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവേ, ലോകമൊക്കെയും ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബുദ്ധിയും ജ്ഞാനവും ആരോഗ്യവും ബലവും ഒക്കെയും അവിടുന്ന് ദാനമായിട്ട് നൽകി തിരുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവിധ പ്ലാനുകളും വിവിധ പദ്ധതികളും സ്വപ്നങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവയൊക്കെയും മാറ്റിമറിച്ചുകൊണ്ട് കർത്താവേ, COVID-19 എന്നുള്ള മഹാമാരി ഞങ്ങൾ ലോകത്തൊക്കെയും നടമാടി. അനേകരുടെ ജീവൻ കർത്താവെയാലും രോഗം മൂലം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അനേകരെ ജോലി നഷ്ടപ്പെട്ട് ഭാരപ്പെടുന്നു. അനേകർ ഭാവിയെക്കുറിച്ച് ഓർത്ത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അനേകരും കർത്താവേ ഇതിന്റെ ഭാരത്താൽ പ്രയാസപ്പെടുന്നു. ഈ രോഗത്തിന്റെ ഭാരത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, അവർക്ക് ആവശ്യമായ കൃപ നൽകി കൊടുക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ രോഗത്തെ ലോകത്തിൽ നിന്ന് ഉന്മൂലനാശം ചെയ്യുവാനുള്ള മനസ്ഥിതി കർത്താവേ അവിടുന്ന് പകർന്നു നൽകി തിരുമാറാകണമേ. കർത്താവേ, ഈ രോഗം ലോകത്തു നിന്ന് മാറ്റപ്പെട്ട് ഞങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള സാഹചര്യത്തെ ഒരുക്കി തിരുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രോഗത്തിന്റെ ഭാരത്താല് പ്രയാസം അനുഭവിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. അവർക്ക് ആവശ്യമായ ആരോഗ്യവും ബലവും ലഭിക്കുന്നതിന്, രോഗത്തിന്റെ അവസ്ഥ പൂർണ്ണമായും ശരീരത്തിൽ നിന്ന് മാറുന്നതിന് ദൈവം ഇടയാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതുമൂലം ജോലി നഷ്ടപ്പെട്ട എല്ലാവരെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മക്കളുടെ മേൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളുമാറാകണമേ. ജീവിത വരുമാന മാർഗത്തിലുള്ള ഒരു വഴി അങ്ങ് ഒരുക്കി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെ മക്കളുടെ ജീവിതം കർത്താവെ വഴിമുട്ടിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. കർത്താവെ, ജീവിതത്തെ മുന്നോട്ട് നയിപ്പാനുള്ള ബുദ്ധിയും ജ്ഞാനവും ശക്തിയും മറ്റു ആലോചനകളും ഓർക്കും പകർന്നു നൽകി കൊടുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ മാനസിക ഭാരം അനുഭവിക്കുന്ന ഏവരെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്.
എന്റെ മക്കളുടെ ഹൃദയത്തെ അവിടുന്ന് നിയന്ത്രിച്ചു കൊള്ളുമാറാകണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന അനേകരെ സമർപ്പിക്കുന്ന കർത്താവെ, അവരുടെ മേലെ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളുമാറാകണമേ. അവരെ ധൈര്യപ്പെടുത്തണമേ. മാനസികമായും ശാരീരികമായും അവിടുന്ന് ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രോഗത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവെ, അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമായി തീരുമാനം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഗവൺമെന്റ് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മെഡിക്കൽ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കാം. വോളണ്ടിയേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, അവർ തങ്ങളുടെ ജീവനൊക്കെയും പണയം വെച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അനേകരുടെ ജീവനെ നാശത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നതായി തീരുവാൻ ഇടയാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ വ്യക്തിപരമായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ രോഗം അവരെ അലട്ടാതെ, അവരുടെ കുടുംബാംഗങ്ങളെ അലട്ടാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ആരോഗ്യം നൽകി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. സകലവിധത്തിലും അവസ്ഥയിലുമുള്ള എല്ലാ ജനങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഈ ദേശത്ത് നിലനിർത്തുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. താവേ, ഞങ്ങളുടെ നാടൊക്കെയും വിട്ട് ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നപ്പോൾ അങ്ങയെ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങൾക്കൊരു ആലയം തന്നോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ആലയത്തിലുള്ള പ്രവർത്തനങ്ങൾ കർത്താവേ, ദൈവനാമ മഹത്വത്തിനും അനേക ഭാരങ്ങൾ അനുഭവിക്കുന്നവർക്ക് വീണ്ടെടുപ്പും ആയി തീരുവാനോട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് നേർന്നു നൽകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് റോബിനച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നുണ്ടോ ഈ പ്രതികൂല സാഹചര്യത്തിൽ മകനെ അവിടുന്ന് ബലപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ആവശ്യമായ ആരോഗ്യവും ബലവും നൽകിക്കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ശുശ്രൂഷ ദേശത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. കൊച്ചമ്മയും കുഞ്ഞുങ്ങളെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങൾ കർത്താവേ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളുമാറാകണമേ. ആരോഗ്യവും ബലവും നൽകിക്കൊടുക്കുമാറാകണമേ. കുഞ്ഞുങ്ങളുടെ പഠനത്തിലൊക്കെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളുമാറാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. സൂരജിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നുവല്ലോ. നാട്ടിലേക്ക് പോകാൻ കർത്താവ് നൽകിക്കൊടുത്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവേ, യാത്രയിലൊക്കെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായതോർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കർത്താവേ, എന്റെ മകന്റെ ഭവനത്തിലെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുവാനോട് ഇടയാക്കണമേ. തുടർന്നും ഞങ്ങളോട് ശുശ്രൂഷയിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ കഴിപ്പാൻ നിന്റെ മകനെ അവിടുന്ന് ഇടയാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരോടൊപ്പം അങ്ങയുടെ സാന്നിധ്യം ഉള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അവിടുന്ന് ബലപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ പാസ്റ്റർ കമ്മിറ്റിയെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ താവെ ഓൺലൈൻ ശുശ്രൂഷകളൊക്കെയും നടത്തുവാൻ നൽകി തന്ന സാവകാശത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് താവെ, എന്റെ മക്കളുടെ പ്രവർത്തനങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളുമാറാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സംഘടനകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. താവേ, എന്റെ മക്കൾക്ക് അവിടുന്ന് ആയുസ്സും ആരോഗ്യമൊക്കെ നൽകിക്കൊടുക്കുമാറാകണമേ. വാർദ്ധക്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. സ്ത്രീജനസഖ്യത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. താവേ, സ്ത്രീജനസഖ്യത്തിന്റെ പ്രവർത്തനങ്ങളെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. താവേ, ഭവനത്തിന് സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എന്റെ മക്കളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാനോട് ഇടയാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കായിക സംഘത്തെയും യുവജന പ്രസ്ഥാനത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എന്റെ മക്കളെ ഈ ആലയത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദൈവനാമ മഹത്വത്തിനായി തീരുവാനോട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. താവെ, അവർക്ക് നൽകി കൊടുത്തിരിക്കുന്ന നല്ല കഴിവുകളെ ഓർത്ത് സ്തോത്രം ചെയ്തു. താവെ, നിന്റെ മക്കളുടെ കഴിവുകളെ, താലന്തുകളെ തക്കത്തില് ഉപയോഗിപ്പാൻ നിന്റെ മക്കളെ അവിടെ ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലെ വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവേ, തക്കതായിട്ടുള്ള ജീവിത പങ്കാളികളെ അവർക്ക് നൽകിക്കൊടുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ജോലിക്കായിട്ട് ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാനോട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. മക്കളില്ലാത്ത ദമ്പതികളെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. തലമുറകളെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവരുടെ പഠനം പിതാവേ ഏറ്റവും അനുഗ്രഹമായി തീരുവാനോട് ഇടയാക്കണം. ഈ നാളുകളിൽ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുവല്ലോ. പിതാവേ, കാര്യങ്ങളും പ്രയാസങ്ങളും ഒന്നും അലട്ടാതെ
കർത്താവിൽ അടിയുറച്ചു നിൽപ്പാൻ എന്റെ മക്കളെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നേതൃത്വം നൽകുന്ന ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ദൈവനാമ മഹത്വത്തിനായി തീരുവാനോട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഗവൺമെന്റ് ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ ഭരണ സംവിധാനങ്ങളും കർത്താവേ ജനങ്ങളുടെ ക്ഷേമത്തിന് പ്രയോജനപ്പെടുന്നതായി തീരുവാനോട് ഇടയാക്കണമേ. കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ നാടുകളിലെ കോവിഡിന്റെ വ്യാപനം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. കർത്താവേ, ഫലപ്രദമായിട്ട് അതിനെ നേരിടുവാനുള്ള കൃപ നിന്റെ മക്കൾക്ക് നൽകി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. തമിഴ്നാട് ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, അവരുടെ പ്രവർത്തനങ്ങളും കർത്താവേ ഏറ്റവും അനുഗ്രഹമായി തീരുവാനോട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കർത്താവേ അങ്ങേ ആരാധിപ്പാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഭരണകൂടങ്ങളൊക്കെയും നിലനിൽപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മഹായിടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അധ്യക്ഷൻ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെയും മഹായിടവയ്ക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാനോട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു പ്രാവശ്യം കൂടെ വ്യക്തിപരമായിട്ട് നമ്മെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കും. കർത്താവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ കർത്താവെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെയും അനുഭവിക്കുമ്പോഴും അതിലൊന്നും തളർന്നു പോകാതെ കർത്താവെ അങ്ങിലെ ശരണപ്പെട്ടുകൊണ്ട് മുന്നേറുവാൻ അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ഭവനത്തിന് വിളക്കായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കളെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത പങ്കാളികളെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, കുടുംബമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള സാവകാശത്തെ നിങ്ങൾക്ക് ഒരുക്കി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ഭാരങ്ങളെ വേദനകളൊക്കെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ നീറുന്ന വേദനകളുമായിട്ട് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങളെ അവിടുന്ന് കരം നൽകി ബലപ്പെടുത്തും. ഞങ്ങളുടെ പ്രയാസങ്ങൾ അങ്ങയോട് പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം നൽകി തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എല്ലാ നാമത്തിനും മേലായിട്ടുള്ള നാമം ഞങ്ങളുടെ ഭാരങ്ങളെ മാറ്റുവാൻ ശക്തി നൽകി തെരുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മളുടെ ആവശ്യങ്ങളെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. സകലതും യേശുനാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പ്രാർത്ഥനകളുടെ സംക്ഷിപ്തമായിട്ടുള്ള പൊതുവിലുള്ള സ്തോത്രം നമുക്ക് ഒരുമിച്ച് പങ്കുവെക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകലങ്ങളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്തതിന്റെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ ശ്രദ്ധിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിന് നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന്
യാതൊരു കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രശ്നപ്പെടുത്തേണ്ടതിന് നിന്റെ സകലകർമ്മങ്ങളെ കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ ശിക്ഷ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും ഓർത്തും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകൾക്ക് പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാന്റെ ആഗ്രഹങ്ങളും അപേക്ഷകളും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാവണ്ണം നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരയണമേ. ഓഫീറ്റർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കനിയോട് കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനം സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കണം. ഈ വഴിപാടിനെയും ഇത് അർപ്പിക്കുന്ന അനന്ത ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്നായ പിതാവേ, രാജ്യമരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കരുണയെ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. അനൗൺസ്മെന്റ്സ്. നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് നമ്മളെ സഹായിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത പ്രിയപ്പെട്ട ലിജോ സാറിനോട് നമ്മുടെ സഭയുടെ സെക്രട്ടറി മിസ്റ്റർ സിജു ശ്രീചാനും പ്രത്യേകം നന്ദി സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഈ വരുന്ന വ്യാഴാഴ്ച ഒക്ടോബർ 15 വൈകിട്ട് 7 മണിക്ക് നമ്മളെ ബുക്ക് ഓഫ് റെവലേഷന്റെ ബൈബിൾ സ്റ്റഡി ഉണ്ടായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച പ്രാർത്ഥന ഒക്ടോബർ 16 7 മണിക്ക് സൂം പ്രാർത്ഥന നടത്തപ്പെടുന്നു. യൂത്ത് ഇംഗ്ലീഷ് കൺവെൻഷൻ ഈ വരുന്ന ശനിയാഴ്ച ഒക്ടോബർ 17 7:30 മണിക്ക് നടത്തപ്പെടുന്നു വൈകിട്ട്. അതുപോലെ തന്നെ ഒക്ടോബർ 18 ഞായറാഴ്ച 9 മണിക്ക് രാവിലെ നടത്തപ്പെടുന്നു. ഈ വർഷത്തെ തീം ക്രോസിംഗ് ജോർഡൻ ആയിരിക്കും. സ്പീക്കർ നമുക്ക് ഈ വർഷം കടന്നു വരുന്ന ബ്രദർ ചെറി ജോർജ് ചെറിയൻ, മിഷൻ ഇന്ത്യയുടെ സ്പീക്കറായിട്ട് കടന്നു വരുന്ന സാറായിരിക്കും. നിങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രാർത്ഥന ഈ കാര്യങ്ങളെല്ലാം ഓർക്കണം എന്ന സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഡാർലി മോണിച്ചന്റെ മൂത്ത മകളെ കുറിച്ച് കഴിഞ്ഞ ശനിയാഴ്ച അനൗൺസ്മെന്റ് ചെയ്തല്ലോ. മിസ് മെരീന മോണിച്ചന്റെ കല്യാണം നവംബർ 11 അത് നടത്തപ്പെടുന്നു. കഴിഞ്ഞ ഞായറാഴ്ച അനൗൺസ് ചെയ്തതുപോലെ തന്നെ താല്പര്യമുള്ളവര് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണം എന്ന സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പാസ് ആയവര് നിങ്ങളെ മാർക്ക് ഷീറ്റിന്റെ സീറോക്സ് കോപ്പി അച്ഛന്മാരെ ഏൽപ്പിക്കണം. നമ്മുടെ അക്കാഡമിക് എക്സലൻസിന്റെ പ്രൈസ് വരുന്ന സമയത്ത് അത് നൽകുന്നതായിരിക്കും. സോ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടിയവര് അവരുടെ സീറോക്സ് കോപ്പി ഇത് ഏൽപ്പിക്കണം എന്ന സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. പിതാവായ ദൈവം, അതായത് പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നാമത്തിൽ തന്നെ.